can only grow. Je vois la vie en ഹായ് ഹലോ വെൽക്കം ടു ബോഗിൻ ബ്ലൂംസ്. ദിസ് ഇസ് നീതു. ഈ കോലത്തിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ പറയാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല, ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പ്രോഡക്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു മാസം എന്തോ ആവുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രോഡക്ട്സും ഒരു വർഷത്തോളം എൻ്റെ കൂടെയുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈ സ്കിന്നാണ്. അപ്പം എനിക്ക് മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ മോയ്സ്ചർ ഇങ്ങനെ നിലനിർത്തണം. എല്ലാം നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പം എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തോന്നരുത്. അങ്ങനെയുള്ളൊരു ക്ലെൻസറാണ് സെറ്റഫിലിൻ്റെ ജെൻറൽ ക്ലെൻസർ. ഇതിന് ഞാൻ റിവ്യൂ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് സെറ്റഫിൽ. ഇത് 125 ml ആണ്. നോർമലി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഓൺലൈൻ വാങ്ങിയതല്ല. ഇത് ബ്രാൻഡിലേക്ക് വരുന്നത് സ്മിട്ടൺ ട്രയൽ പാക്കിൽ ചെറിയൊരു 25 ml പാക്ക് എനിക്ക് ട്രയൽ ചെയ്യാൻ കിട്ടിയായിരുന്നു. അങ്ങനെ യൂസ് ചെയ്തപ്പം അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫാനായിട്ട് മാറിയതുകൊണ്ട് ഞാൻ സെറ്റഫിൽ എന്നുള്ള ഈ പ്രോഡക്റ്റിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. ഇത് ജെൻറൽ സ്കിൻ ക്ലെൻസറാണ്. ഡ്രൈ ടു നോർമൽ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ഇതിൽ പറയുന്നത്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എനിക്കിത് സെറ്റാണ്. അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോകാം. ഞാനൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വരട്ടെ. ഫേസ് എന്തായാലും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസം മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ഒരു ടോണറാണ്. ഇത് പിൽഗ്രിമിൻ്റെ സ്ക്വാലൈൻ ടോണർ ആൻഡ് മിസ്റ്റ് ആണ്. കിവി എക്സ്ട്രാക്റ്റും അലോവേര എക്സ്ട്രാക്റ്റും ഉള്ളതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്, റിഫ്രഷ്മെൻറ്റ് തരുന്നതാണ് സ്കിന്നിന്. അതല്ലാണ്ട് എനിക്ക് വേറെ കുറേ പ്രോപ്പർട്ടി ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ടോണറിൻ്റെ യൂസേജ്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് സ്മിട്ടൻ്റെ ട്രയൽ പാക്കിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഒരു 5-6 ഐറ്റംസ് വാങ്ങിയതിൽ ഒരു ഐറ്റമാണിത്. ടോട്ടൽ 240 രൂപയ്ക്ക് ഒരു 5-6 പ്രോഡക്റ്റിൻ്റെ ചെറിയ പാക്ക് വാങ്ങിയതിനകത്ത് ഒരു ഐറ്റമാണിത്. അപ്പോൾ എനിക്ക് നോർമലി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മിട്ടണിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. എമോലിൻ്റെ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറാണ്. കുറേ നേരം ഇതിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് പവർ നിൽക്കും. നല്ല മോയ്സ്ചറൈസിംഗ് ആണ്, സൂപ്പർ മോയ്സ്ചറൈസിംഗ് ആണ്. ഞാൻ നേരത്തെ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമൊന്നും നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല മോയ്സ്ചറൈസിംഗ് ആണ്. അപ്പം ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. കുറച്ച് പ്രോഡക്റ്റാണ് എടുക്കുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാര്യം ഡ്രൈ ആയിട്ടിരുന്നൊരു സംഭവം കുറച്ചൊന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്കിപ്പ് ചെയ്തൊരു സാധനമുണ്ട്. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെറം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. നോർമലി സെറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വൈറ്റമിൻ സി ആയിരുന്നു, ഗാർണിയറിൻ്റെ ബൂസ്റ്റർ സെറം. അടുത്തത് ഈ പറഞ്ഞ സൺസ്ക്രീനാണ്. ഇതിനെക്കുറിച്ചും എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന് പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 600-700 സംതിങ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ടു മീ. പക്ഷേ 50 ഗ്രാമേ ഉള്ളെങ്കിലും എനിക്കിതൊരു 3.5 മാസത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്. യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ചെറിയൊരു ഓഫ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഇത് സിലിക്കോൺ കണ്ടൻ്റ് ഉള്ള സൺസ്ക്രീൻ ജെല്ലാണ്. SPF 50+ഉം PA+++ഉം ഇതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വായിച്ചു തരാം. അല്ലാണ്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വെറ്റ് ചെയ്ത് പോകത്തില്ല. അതുപോലെ തന്നെ ഇതിന് അത്രത്തോളം ഒരു തുളച്ച് കയറുന്ന സ്മെല്ലൊന്നുമില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ മേലെ ഒരു ലെയർ, ഒരു ലൈറ്റായിട്ടുള്ളൊരു തിൻ ലെയർ അപ്ലൈ ചെയ്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും.
സൺസ്ക്രീൻ ഇട്ടതിൻ്റെ ഒരു അടയാളം പോലും കാണാനില്ല. നല്ല ബ്ലെൻഡ് ആവുന്ന, ഒരു വൈറ്റ് കാസ്റ്റും തരാത്ത നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ യുവിനിയുടേത്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനായിട്ട് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയത്തില്ല. ആമസോൺ ഫാർമസിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് അല്ലാണ്ട് എല്ലാ സൈറ്റിലും ഒന്നും അവൈലബിൾ ആയിട്ട് തോന്നുന്നില്ല. നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ യുവിനി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 50 ഗ്രാമേ ഉള്ളൂ. പക്ഷേ എക്സ്പെൻസീവ് ആണ്, എങ്കിലും ഇത് ലാസ്റ്റിങ്ങുമാണ്. കുറേ നാൾ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും എടുക്കേണ്ടി വരത്തില്ല. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം കുറച്ച് കൂടുതൽ എനിക്ക് പറയാനുണ്ട്. ഇത് ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. സേജ് അപ്പോത്തിക്കരിയുടെ സ്ട്രോബെറി കണ്ടൻറ്റ് വരുന്ന ലിപ് ബാം. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പെയിൽ പിങ്ക് കളറാണ്. സ്ട്രോബെറിയുടെ ഒരു പെയിൽ പിങ്ക് കളറാണ്. സ്മെല്ല് നോക്കുമ്പം നോർമൽ ഒരു സ്ട്രോബെറി മുറിച്ച് വെച്ചിട്ട് മണത്ത് കഴിഞ്ഞാൽ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ഒരു പുളി കലർന്ന മധുരമുള്ള മണം, സെയിം ആ മണമാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ലിപ് ബാമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ലിപ്പിൽ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. നല്ലൊരു മോയ്സ്ചറൈസിങ് തരുന്ന ലിപ് ബാമാണ്. രാവിലെ എഴുന്നേറ്റ കോലത്തിൽ തന്നെ ഇരിക്കാമെന്ന് തോന്നണ്ട. കാരണം ഞാൻ മുടിയൊന്നും മാറ്റാത്തത് കൊണ്ടാണ്. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ ഫൗണ്ടേഷനും ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റോ സ്കിൻ എങ്ങനെയാണോ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് സ്കിന്നിൽ കെയർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ്, എസ്പെഷ്യലി ഈ 3 പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷം, 3 പ്രോഡക്ട്സ് അല്ല, എനിക്ക് സെറ്റഫിലിനെയും കൂടെ ഉൾപ്പെടുത്തണം. ക്ലെൻസറും ലിപ് ബാമും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ അടിപൊളി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സെറം, അത് എല്ലാവർക്കും ചേരത്തില്ല. ചിലർക്ക് വൈറ്റമിൻ സി പിമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവും, ചിലർക്കൊരു ബേണിംഗ് സെൻസേഷൻ കൊടുക്കും. എനിക്കത് സെറ്റായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മെനയൊക്കെ ആയിട്ടൊന്ന് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോഡക്ട്സ് പലതും ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിയിട്ടുള്ളതാണ്. ഓൺലൈനായിട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആമസോൺ ഫാർമസിയിലൊക്കെ എമോലിൻ്റെ ക്രീമും യുവിനി സൺസ്ക്രീനും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് സ്മിറ്റൺ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രയൽ പാക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് നീതു നിച്ചി ബൊഗൈൻ സൈനിങ് ഔട്ട് ഫ്രം ബൊഗൈൻ ബ്ലൂംസ്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ